ഹലോ, ഇന്ന് ഇന്റർനാഷണൽ യോഗ ഡേ ആണ്. അപ്പൊ യോഗ നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന 5 ഗുണങ്ങൾ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആദ്യത്തത്, യോഗ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും എന്നുള്ളത്. മനസ്സിനൊരു ക്ലാരിറ്റി കിട്ടും. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഇപ്പോൾ എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ, ആ ഡിസിഷൻ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പിടിച്ച് കുലുക്കിയേക്കാം. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ധൈര്യമായി ക്ലാരിറ്റിയോട് കൂടി വ്യക്തമായി നിങ്ങളുടെ മനസ്സിൽ ഒരു ക്ലൗഡ് ഫോം ആവാതെ അതുണ്ടാവും, അത് വരും എന്നുള്ളതാണ് ആദ്യത്തെ യോഗയുടെ ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. രണ്ടാമത്തെ റീസൺ ഫോർ യു ടു പ്രാക്ടീസ് യോഗ ഇസ് ഫിസിക്കൽ വെൽബീയിങ് എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും നമ്മുടെ ആ ഒരു ഫിസിക്കിനെ ശരിക്കും യോഗ എൻഹാൻസ് ചെയ്യും, ഫ്ലെക്സിബിൾ ആവും, അത്യാവശ്യം സ്ട്രോങ് ആവും, അത്യാവശ്യം ഡ്യൂറബിൾ ആവും. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നമുക്ക് ഏതൊരു ഫിസിക്കലായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിലത്ത് കിടന്നുറങ്ങുക, നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഒരു യാത്ര പോകുമ്പോൾ ചെറിയ ചെറിയ സൗകര്യങ്ങളിൽ ഒതുങ്ങിക്കൂടുക, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഒരു യോഗിക്ക് പറ്റും എന്നുള്ളതാണ്. യോഗ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതിൻ്റെ മൂന്നാമതൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഏജ് എന്ന് പറയുന്നത് ഒരു റിവേഴ്സ് ഗിയറിൽ സഞ്ചരിക്കുക എന്നുള്ളതാണ്. അത് യോഗ പ്രാക്ടീസ് ചെയ്യുന്ന സെലിബ്രിറ്റീസിനെ നിങ്ങൾ നോക്കിയാലും മതി. അടുത്ത ഒരു യോഗയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ തളരില്ല എന്നുള്ളതാണ്. നമുക്ക് നമ്മൾ എനർജൈസ് ചെയ്തിട്ടാണ് യോഗ ഹാളിൽ നിന്ന് പുറത്തിറക്കുന്നത്, അല്ലെങ്കിൽ യോഗ മാറ്റിൽ നിന്ന് നമ്മൾ എണീക്കുന്നത്. കാരണം മറ്റുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ പറയാം, നമ്മൾ ഡ്രൈൻഡ് ഔട്ട് ആയിട്ടാണ് വരുന്നത്. പലപ്പോഴും നമ്മൾ തളർന്ന് ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്ന ഒരു ലെവലിലോട്ടാണ് പോകുന്നത്. പക്ഷേ ഒരു യോഗി ഒരിക്കലും യോഗ പ്രാക്ടീസ് കഴിഞ്ഞ് പുറത്തു വരുന്ന സമയത്ത് എന്താ പറയുക, തളർന്നു വരുന്ന ഒരു രീതി ഉണ്ടാവില്ല. അഞ്ചാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, യോഗ നിങ്ങളെ വഴി കാണിക്കും എന്നാണ്. യോഗ ഷോസ് ദ വേ എന്നുള്ളൊരു കോട്ട് വരെയുണ്ട്. അത് യോഗ നിങ്ങളെ വഴി കാണിക്കും എന്നുള്ളതാണ്. നിങ്ങളെ ഒരിക്കലും അതൊരു തെറ്റായ രീതിയിൽ കൊണ്ടുപോകാതെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ ഫ്യൂച്ചറിനെയും അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിനെയും പ്രസന്റിനെയും കോറിലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് എന്താണ്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തടസ്സം ആയിരിക്കാം യോഗ തരുന്നത്, ആ തടസ്സം ചിലപ്പോൾ നല്ലതിനായിരിക്കാം. ചിലപ്പോൾ ആ തടസ്സം നീക്കുന്ന വഴികളിൽ കൂടെ നിങ്ങളെ കൊണ്ടുപോകും, നല്ല കൂട്ടുകെട്ട്, നല്ലതിലോട്ട് നിങ്ങളെ അടുപ്പിക്കും. അതാണ് യോഗ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും യോഗ വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ഇന്റർനാഷണൽ യോഗ ഡേ. ബൈ.